വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആ പെൺകുട്ടികൾ തുറന്നു പറയുന്നത്. ഇത്രയധികം വലിയ ഭീഷണി ഉയർന്നിട്ടും അത് തുറന്നു പറഞ്ഞിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ നിരവധി കേസുകളുള്ള ജ്യോതി ശർമ്മ അവിടെ ഭീഷണിപ്പെടുത്തിയാലും ആ പ്രവർത്തനവുമായി തുടരുന്നു എന്നുള്ളതാണ്. അതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ പെൺകുട്ടികൾ CPIയുടെ സംരക്ഷണയിലാണ്. അതോടൊപ്പം ആ കുടുംബത്തിനും ആ സംരക്ഷണം വേണ്ടതുണ്ട്. അതിലിപ്പോൾ 15 കിലോമീറ്ററോളം അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ വാഹനത്തിലാണല്ലോ ഇവരുടെ സ്ഥലത്തേക്ക് എത്താനായത്. അതിൽ ആ മേഖല സംബന്ധിച്ച്, ആ പ്രദേശം സംബന്ധിച്ച് നൽകാവുന്ന വിവരം എന്താണ് അതിൽ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്മൃതി. നമ്മൾ കാണുമ്പോൾ ഈ നാരായൺപൂർ എന്നത് 70%, ഈ ജില്ല 70% കറണ്ടും വൈദ്യുതിയും നടവഴിയും ഒന്നുമില്ലാത്ത ഭാഗമാണ്. അവിടെയാണ് ഈ രൂപത്തിൽ ഉള്ള കുട്ടികളുള്ളത്, ഈ രൂപത്തിലുള്ള യുവതികളുള്ളത്. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കില്ല, ആവശ്യത്തിന് വരുമാനം ഉണ്ടാകില്ല. അവർ ഇപ്പോൾ ചെയ്യുന്നതാകട്ടെ പുറത്തേക്ക് വന്ന് എന്തെങ്കിലും ജോലികൾ ചെയ്ത് 250 രൂപയ്ക്കും 180 രൂപയ്ക്കും ദിവസവേതനത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്ന അതിസാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ ജീവിക്കുന്ന മേഖലകളാണ് ഈ ട്രൈബൽ മേഖലകളാണ്. അവിടെയാണ് ഈ രൂപത്തിൽ ഒരാൾ പുറത്തേക്ക് വരുന്നു, പുറത്തുപോയി സമ്പാദിച്ച് വീട്ടിനെ നോക്കാം, വീട്ടുകാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് കരുതിയാണ് ഈ യുവതികൾ പുറത്തേക്ക് വന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ തങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്തത് എന്തുതരം നീതിയാണ് എന്നവർ ചോദിക്കുകയാണ്. അത് ജനാധിപത്യത്തോടുള്ള ചോദ്യമാണ്, രാജ്യത്തോടുള്ള ചോദ്യമാണ്. ഏതായാലും ആ രൂപത്തിൽ അതിസാധാരണക്കാരായ ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നിന്നുള്ള യുവതികളാണ്. അവരുടെ വീടുകളിലേക്ക് പോകാൻ വാഹന സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ സ്കൂട്ടറിലാണ്, ബൈക്കിലാണ് രണ്ടുപേർ, ഞാനും ക്യാമറമാൻ മനു ബാലകൃഷ്ണനും കൂടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഇവരുടെ അടുത്തെത്തുന്നത്. ഈ രൂപത്തിൽ അത്രയും പ്രതിസന്ധിയിൽ ജീവിക്കുന്നവർ